പെട്ടെന്ന് അങ്ങനെ ഇരുന്നപ്പോൾ എനിക്കും ഏട്ടനൊരാഗ്രഹം കാറൊന്ന് നോക്കാൻ പോയാലോ. ജസ്റ്റ് നോക്കാനാട്ടോ, വാങ്ങാനൊന്നുമല്ല. അങ്ങനെ ഞാനും ഏട്ടനും കൂടി കാറ് നോക്കാനായിട്ട് പോയി. നോക്കി നോക്കി വന്നപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അങ്ങ് വേണ്ടാന്ന് തീരുമാനിച്ചു. കുറച്ചുകൂടെ കഴിയട്ടെ, ഒരു 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് മാറ്റാമെന്ന്. എന്നിട്ടും മനസ്സ് കേൾക്കുന്നില്ല കേട്ടോ. പുതിയ കാറെല്ലാം കണ്ടിട്ട് വന്നപ്പോഴേ പുതിയതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ മനസ്സങ്ങനെ വലിച്ചുകൊണ്ടിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് എന്തായാലും പുതിയ കാർ അങ്ങ് എടുത്തേക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ മുറിഞ്ഞപാലത്തുള്ള കൈരളി ടൊയോട്ടയിലേക്ക് വന്നു. കാറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. അപ്പോഴേക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറിനെ അങ്ങ് കണ്ടുപിടിച്ചു, സെലക്ട് ചെയ്തു, ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ കാറ് വന്നിട്ടുണ്ട്. കാറിനങ്ങ് നമുക്ക് എടുക്കാമെന്ന് കരുതി കുറച്ച് പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്ത് ഫില്ല് ചെയ്തൊക്കെ കൊടുക്കുകയാണ്. നമ്മളെടുത്ത കാർ ഏതാണെന്ന് ചോദിച്ചാൽ ടൊയോട്ട ഹൈറൈഡർ ഹൈബ്രിഡ് മോഡലാണ് എടുത്തത്. ഹൈബ്രിഡ് എടുക്കാൻ തന്നെ കാരണം മൈലേജിൻ്റെ ഒറ്റൊരു ഇതിലാട്ടോ. 28 വരെ നമ്മുടെ കമ്പനി മൈലേജ് പറയുന്നുണ്ട്. എന്തായാലും ഒരു 20-25 കിട്ടാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വണ്ടി എടുക്കുന്നത്. ആ ഒരു ധൈര്യത്തിൽ മാത്രമാണ് കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് യാത്രകളുണ്ട്. അപ്പോൾ ആ യാത്രകൾക്ക് മൈലേജ് ഒരു പ്രശ്നമാണ്. നമ്മുടെ കയ്യിൽ മുന്നേ ഉണ്ടായിരുന്ന ബലേനയ്ക്ക് ഞങ്ങൾക്ക് മാക്സിമം കിട്ടിക്കൊണ്ടിരുന്ന മൈലേജ് എന്ന് പറയുന്നത് വെറും 16 കേട്ടോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു 20 കിട്ടിയാലും നമുക്ക് ആ വണ്ടി രാജാവാണേ. പെർഫോമൻസ് വൈസ് നോക്കിയപ്പോഴും വണ്ടി കിടിലമാണ്. എന്നാൽ പിന്നെ അത് തന്നെ എടുത്തേക്കാന്ന് കരുതി നമ്മൾ ടൊയോട്ട ഫാമിലിയിലേക്ക് കയറിയിരിക്കുകയാണ്. മാരുതിയിലായിരുന്നു നമ്മുടെ സ്ഥിരം കാറുകളെല്ലാം എടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു ചേഞ്ചിന് എന്തായാലും ടൊയോട്ട അങ്ങ് എടുത്തേക്കാന്ന് കരുതി. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. മുറിഞ്ഞപാലത്തുള്ള കൈരളി ടൊയോട്ടയിലേക്കാണ് വന്നിട്ടുള്ളത്. വന്നപ്പോൾ തന്നെ നമ്മുടെ കാർ അവിടെ കിടപ്പുണ്ട്. കാറെല്ലാം കണ്ടു, ഹാപ്പിയായി. ഇനി അവർ പറഞ്ഞു ഒരു കേക്ക് കട്ട് ചെയ്ത ശേഷം നമുക്ക് കാർ ഡെലിവറി ചെയ്യാമെന്ന്. ഓക്കെ, ആയിക്കോട്ടെ, സന്തോഷം. അങ്ങനെ കേക്കെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്ക് കട്ടിങ് കഴിഞ്ഞതും നമ്മുടെ കാർ ഡെലിവറിക്കുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷത്തോടെയാണ് നമ്മൾ ഈ കാറ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വളരെ പെട്ടെന്നുള്ളൊരു തീരുമാനത്തിൽ സ്വന്തമാക്കിയ ഒരു കാറാണ് ഈ കിടക്കുന്ന നമ്മുടെ കാറ്. നമ്മുടെ കാറിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ കാറാണ്. ആ കാറ് ബ്ലാക്ക് കളർ ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂട്ടും കേട്ടോ. അതുകൊണ്ടാണ് ബ്ലാക്ക് കളർ എടുത്തത്. എന്തായാലും എങ്ങനെയുണ്ട് നമ്മുടെ വണ്ടി എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഓഫ് കോഴ്സ് നമ്മുടെ വണ്ടി എപ്പോഴും ഭയങ്കര ഇതായിരിക്കില്ലേ. അതിന് എത്ര മോശം വണ്ടിയാണെങ്കിലും നമ്മളെടുത്ത കാറ് നമുക്ക് സ്വർണം തന്നെയല്ലേ. എന്നിട്ട് നേരെ തൊട്ടടുത്തുള്ള ഒരു ഗണപതി ക്ഷേത്രത്തിൽ വന്ന് കാറെല്ലാം പൂജിക്കുകയാണ്. നല്ല രീതിയിൽ അവിടുത്തെ പോയിട്ട് കാറെല്ലാം പൂജിച്ച് തന്നു കേട്ടോ. ശേഷം ഒരു കറുകമാല, ഭഗവാന് ചാർത്തിയിരുന്നൊരു കറുകമാലയും വാങ്ങി നമ്മുടെ കാറിൽ കെട്ടിയ ശേഷം നമ്മൾ യാത്ര തുടരുകയാണ് നമ്മുടെ വണ്ടിയിൽ. ഒപ്പം നിങ്ങളെയും കൂട്ടുകയാണ്. എന്തായാലും വണ്ടി എങ്ങനെയുണ്ട്, കളർ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക.